ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം. അപ്പോൾ സിനിമയും കണ്ടിട്ട് ദേ വന്ന് കയറിയിരിക്കുന്നതേ ഉള്ളൂ. സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ വൃഷഭ. അപ്പം പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് അതിന്റെ ഈ എഡിറ്റിംഗ്, സിജി അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. നമ്മളിപ്പം മുമ്പ് നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുറെ നല്ല ടെക്നോളജികൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട്, അപ്പം ഈ പിന്നെ പിന്നെ വരുമ്പോഴത്തേക്ക് അടുത്ത സിനിമകൾ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കണ്ടേ മിനിമം. അപ്പം സിജി വൈസ് ഒക്കെ കുറച്ച് പോരായ്മകളുണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ 2 എന്ന് പറയുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് വൈസ് ആയാലും സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വലിയ തോന്നിയിട്ടില്ല. പലതും നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. ഇന്നത് സംഭവിക്കും, ഇവിടെ ഇന്നതായിരിക്കും എന്നുള്ളത്. ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്. പിന്നെ എന്താ പറയുക, അതിൽ തന്നെ കുറെ കണക്ഷൻസ്, ലീഡ് ലിങ്കുകളെല്ലാം മിസ്സിംഗ് ആണ്. പിന്നെ റൊമാൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചതിനൊക്കെ ഒരു കണക്ഷനും ഇല്ല. ആക്ച്വലി ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു അച്ഛൻ മകൻ ബന്ധമാണ്. ഒരു കഴിഞ്ഞ ജന്മത്തില് അച്ഛൻ മകൻ ഈ ജന്മത്തിൽ അത് ശത്രുവായി മാറുന്നു. അങ്ങനെ ഒരു ഒരു ശാപത്തിന്റെ ഒരു സംഭവം. അതാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷെ മകന്റെ റൊമാൻസ് ആയിക്കോട്ടെ, ഒരു കണക്ഷനും ഇല്ല. ഒരു ജീവനില്ലാത്ത ഒരു റൊമാൻസ്. അതിൽ തന്നെ പിന്നെ അടുത്ത സീൻ ബൈ സീൻ അടുത്ത കണക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്നു. അടുത്ത സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത, അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത എങ്ങനെ അടുത്ത സീനിലോട്ട് വന്നെത്തി. അപ്പം ഒരു ലീഡോ കണക്ഷനോ ഇല്ലാത്ത ഒരു സീനിലോട്ട് അവിടുന്ന് അടുത്ത ജമ്പ് ചെയ്ത് അടുത്തതായിട്ട്, ഇനി അത് എഡിറ്റർ വെട്ടി മുക്കിയതാണോ, അത് സ്ക്രിപ്റ്റിൽ അത് ഇല്ലാത്തതാണോ, അതൊന്നും നമുക്ക് ഇല്ല. അപ്പം കുറെ ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കും. ഇയാളിതെങ്ങനെ ഇവിടെ എത്തി, ഇയാളെങ്ങനെ ആ മുറിക്കകത്ത് എത്തി, ഇവ എങ്ങനെ അവളെ കൺവിൻസ് ചെയ്ത്, ഇതൊക്കെ ചോദിക്കാം. അപ്പം ആ ഒരു അവിയൽ പരുവത്തിലാണ് ആ ഒരു പോർഷൻ. തുടക്കത്തിൽ ഈ ഭാഗത്ത് കിടക്കുന്ന ഒരു അവിയൽ പോർഷൻ പോലെയാണ്, ലാഗാണ്. അവിടെ കുറെ ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ഈ സിനിമ കാണുമ്പോഴത്തേക്ക് ദയവ് ചെയ്ത് നിങ്ങള് മനസ്സിൽ പോലും ബാഹുബലിയെ ചിന്തിക്കരുത്. ചിന്തിക്കാനേ പാടില്ല. ബാഹുബലിയ, അല്ലെങ്കിൽ നിങ്ങൾ ഈ റീസെന്റ് ആയിട്ട് കണ്ട ഋഷഭ് ഷെട്ടിയുടെ കാന്താര, അങ്ങനെയുള്ള ഒരു സാധനം മനസ്സിൽ വെച്ചുകൊണ്ട് കാണരുത്. പിന്നെ ഈ സിനിമയിലെ ബാക്കി ആക്ടേഴ്സിനെയൊക്കെ നമ്മൾ പല അല്ലു അർജുൻ സിനിമയായാലും അല്ലെങ്കിൽ പ്രഭാസിന്റെയൊക്കെ സിനിമകളിൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള കുറെ ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. അവരൊക്കെ ഓക്കെ. ഈ പറഞ്ഞ ഡയറക്ടർ ആരാണെന്ന് മലയാളികൾക്കും അത്ര അറിയത്തില്ല. പിന്നെ മോഹൻലാലിന്റെ മകനായിട്ട് അഭിനയിച്ച ആ പയ്യൻ ആരാണെന്നും എനിക്ക് പരിചയമില്ല. മലയാളികൾക്ക് ഞാൻ എല്ലാവരെയും പറയുന്നില്ല കേട്ടോ, സോറി. എനിക്കും പരിചയമില്ല. ഈ ഡയറക്ടറിനെ എനിക്ക് പരിചയമില്ല. പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടിട്ട് തോന്നിയതെന്ന് വെച്ചാൽ, അവനെ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് എന്താ പറയാ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിനിമ എടുത്തത് പോലുണ്ട്. അവന് കുറെ അഴിഞ്ഞാടാൻ കുറച്ച് സീനൊക്കെ ഇട്ട് കൊടുത്തു. അഴിഞ്ഞാട്ടമൊന്നും പറയില്ല. അവന് കുറച്ച് മറ്റേ ഫൈറ്റിനും അല്ലെങ്കിൽ റൊമാൻസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു സിനിമ അങ്ങ് ഇറക്കി ഇട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. 2025 ഇത്രയും വലിയൊരു കംബാക്ക് നടത്തിയ ഒരു നടൻ ഈ ഒരു പടം കൊണ്ട് അതൊരു ഗോ ബാക്ക് ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഡിസംബറിൽ ലാലേട്ടന് ഈ അടുത്തൊന്നും ശരിയായി വരുന്നില്ല. കഴിഞ്ഞ ഡിസംബറിൽ ബാറോസ്, ഇപ്പൊ ഇങ്ങനൊരു ഇതൊരു വെറും എലിവാണ പടം പോലെയാണ് എനിക്ക് തോന്നിയിട്ട്. അല്ലെങ്കിൽ ഇത് മലയാളത്തിൽ ഇറക്കണ്ടായിരുന്നു. ഇത് കത്തള പുത്തള എന്ന് പറഞ്ഞാൽ തെലുങ്കിൽ തന്നെ ഇറക്കി അവിടെ അങ്ങ് നിന്നിരുന്നെങ്കിൽ അവിടെ അങ്ങ് നിന്ന് പോയേനെ. ഇത് മലയാളികളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ട് ഉടുക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഇതില് മിക്കവാറും പല ട്രോളുകൾ അല്ലെങ്കിൽ ഏറിൽ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ലാലേട്ടനും വലിയ പ്രതീക്ഷയില്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരനും ഇത് വലിയ പ്രൊമോഷനായിട്ടോ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അങ്ങനെ ഒരു സംഭവമായിട്ട് തോന്നിയില്ല. ആ റിലീസ് മാറ്റി നവംബറിലെങ്ങാണ്ട് റിലീസ് വെച്ചിരുന്നതാണ്. അത് മാറ്റി വന്നപ്പോ തന്നെ മനസ്സിലായി പടം ഏത് ലെവലായിരിക്കുമെന്ന്. ഫാൻസിന് പോലും വലിയ പ്രതീക്ഷയില്ലാത്ത ഒരു പടം ആ രീതിക്ക് തന്നെ അങ്ങ് അണഞ്ഞങ്ങ് പോവാനുള്ള സാധ്യത ഏറെയാണ് ഈ പടത്തിന്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സിനിമ കാണാത്തവര് വേഗം പോയി കാണുക. കാരണം ഇത് ഒരു ഒരാഴ്ച, ഒന്നരാഴ്ച കൂടുതൽ തിയേറ്ററിൽ ഉണ്ടാവോ ഇല്ലേന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണിത്. എന്റെ മനസ്സുകൊണ്ട് ഞാൻ പിന്നീട് സിനിമയുടെ ഏകദേശം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ ആലോചിച്ച്, ദൈവമേ ഇതൊരു 6, 7 ദിവസം കഴിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ 2026 ആയേനെ ഈ പടം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ലാലേട്ടൻ 2025 എന്ന് പറയുന്നത് ഫുള്ള് ക്ലീൻ ഹിറ്റുകളാണ്. അപ്പൊ ഈ കണ്ണ് കെട്ടാൻ പോലും വേറെ ഒന്നുമില്ല. അതിന് കണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറക്കിയതുപോലെ ആയിപ്പോയി ഈ ഒരു സിനിമ 'ഋഷഭ'. പാൻ ഇന്ത്യയില് ലാലേട്ടന് ഒരു വിലയുണ്ട്. ആ വില കളയാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു പടം എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ഞാൻ പേഴ്സണലി ഒരു പടത്തിനെ പോലും ഇത്രയും ഇതായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ലാലേട്ടന്റെ പടങ്ങളൊക്കെ അത്ര വെയിറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് ഷോ ഇരുന്ന് കാണുന്ന ഒരാളാണ്. അപ്പം അത്രയും കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ്. നമ്മളിപ്പോ ഒരു പടം കാണുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് എന്താ പറയുക, നമുക്ക് അതിന്റെ തിയേറ്ററിനകത്തുള്ള എസിയോ അല്ലെങ്കിൽ ആ സോഫയുടെ പതുപൊതുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുന്നത്. നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ₹200 കൊടുത്തു, അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് നമുക്ക് തോന്നുള്ളൂ. ഈ ഒരു സിനിമയിൽ അത് കിട്ടില്ല. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ബബ്ബാബ് സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോഴും, നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറെ മൊമെന്റ്സുകൾ അതിനകത്തുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. എൻജോയ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്.
ഇവിടെ ഒരു വിഷ്വലി ആയാലും നമുക്കങ്ങനെ എൻജോയ് ചെയ്യാനുള്ള കുറെ ഫാക്റ്റുകൾ മിസ്സിംഗ് ആണ്. അപ്പം ആ ഒരു ഇതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ. അപ്പം ഇത് എന്റെ ടേസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് ഞാനിപ്പോ ഒരു ഹോട്ടലിൽ കേറിയിട്ട് നല്ല എരിവുള്ള ഒരു ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്റെ കൂടെ വന്ന എന്റെ ഫ്രണ്ട്സിന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും. കാരണം അവര് എരി ഇഷ്ടപ്പെടുന്ന ഒരാളും ഞാൻ അങ്ങനെയല്ല. അപ്പം ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറന്റ് ആണ്. നിങ്ങൾക്കിനി ചിലപ്പോ കണ്ട് ഇഷ്ടപ്പെടുമായിരിക്കാം. എനിക്കറിഞ്ഞൂടാ. ഈ പടം തിയേറ്ററിൽ പോയി കണ്ടതിന് എന്തെങ്കിലും ഒരു ഇംപാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു ഇംപാക്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ. ഈ ഒരു ടൈറ്റിൽ കാർഡാണ് എനിക്ക് കിട്ടിയ ആകപ്പാടെ ഒരു സംതൃപ്തി എന്ന് പറയാൻ. അല്ലെങ്കിൽ ആഹാ! കൊള്ളാം. നല്ല സാധനം. അല്ല, ഈ ഒരു ടൈറ്റിൽ കാർഡ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതായിരുന്നു ആകപ്പാടെ കിട്ടിയ ഒരു ഇംപാക്ട് എന്ന് പറയാൻ. അല്ലാതെ ഒരു അല്ലാതെ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അറ്റ്‌ലീസ്റ്റ് മേക്കിംഗ് വൈസ് എന്തെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈ പടത്തിന് അത് ഗുണം ചെയ്തേനെ. നല്ലൊരു മേക്കിംഗ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡയറക്ടറിന്റെ കയ്യിലാണ് ഈ പടം കിട്ടിയിരുന്നെങ്കിൽ മേക്കിംഗ് വൈസ് കുറച്ചുകൂടെ, അതായത് നമുക്ക് എന്റർടൈൻമെന്റ് ആണ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം അതിൽ കിട്ടിയിരുന്നെങ്കിൽ പടം കുറച്ചുകൂടി വേറെ ലെവലിലോട്ട് പോയേനെ എന്ന് തോന്നിപ്പോയി. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് സിനിമയുടെ ഒക്കെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാജ്യദ്രോഹി ആവുന്നതും പിന്നെ എന്താ പറയുക, നിങ്ങളെ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്, നിങ്ങളെയൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു ലാസ്റ്റ് ബബ്ബയുടെ റിവ്യൂ പറഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞ ഒരു കാര്യമാണ്. ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ഇനി അടുത്തത് സർവ്വം മായ. അതിലാണ് ഒരു പ്രതീക്ഷ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.